ഹലോ, എല്ലാവരും ഭക്ഷണം കഴിച്ചോ? ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അതിന് മുമ്പ് ഒരാൾക്കുള്ള ഭക്ഷണം ഞാൻ പാത്രത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് പാത്രത്തിലാക്കിയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അധികം വിഭവങ്ങളൊന്നുമില്ല, നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന കറികൾ തന്നെയുള്ള ഒരു മോര് കറി, കടലപ്പേര്, കാബേജ് ഉപ്പേരിയാണുള്ളത്. നിങ്ങളും ഇതുപോലെ കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ആരും ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്. നമ്മളെത്ര ഭക്ഷണം വേസ്റ്റാക്കി കളയുന്നുണ്ട്. അപ്പോൾ അതിലൊരു പങ്ക് വിശന്നിരിക്കുന്ന ഒരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വഴിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ എല്ലാവരുടെയും നമ്മളൊക്കെ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന ആൾക്കാർക്ക്, അതായത് ഒരാൾക്കാണ് നമുക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുകയെന്ന് വെച്ചെങ്കിൽ ആ ഒരാൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുകയെന്ന് വെച്ചെങ്കിൽ അത് വലിയൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതിനായിട്ടൊന്ന് ശ്രമിക്കണേ. അത് എന്തെന്നാ പറയുക, നമ്മളുടെ മനസ്സിന് തന്നെ ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും അതിനായിട്ടൊന്ന് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ അധികം വിഭവങ്ങളൊന്നും വേണ്ട. നമ്മൾ എന്താ പറയുക, നമ്മൾ ചമ്മന്തി കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത് വെച്ചെങ്കിൽ ആ ചമ്മന്തി കൂട്ടിയിട്ട് കൊടുത്താൽ മതി. എന്നാലും നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ഒരാൾക്ക് ഒരു സഹായം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ലേ. പ്രത്യേകിച്ച് ഭക്ഷണം. കാരണം എന്തെന്നാ പറയുക, ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പേര് ഒരു നേരത്തെ ഭക്ഷണത്തിന് വഴിയില്ലാതെ ഇരിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താ? അയാളുടെ വിശപ്പടക്കുക എന്നുള്ളതാണ്. അപ്പം അതിനായിട്ട് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയെന്ന് വെച്ചെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമായിരിക്കും. അപ്പോൾ എല്ലാവരും അതിനായിട്ടൊന്ന് ശ്രമിക്കണം കേട്ടോ. അത് നമുക്ക് തന്നെ മനസ്സിനൊരു ആനന്ദം നൽകുന്നൊരു പ്രവൃത്തിയാണ്. അപ്പോൾ ആരും എന്തെന്നാ പറയുക, അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ പാഴാക്കാതിരിക്കുക. അപ്പോൾ എല്ലാവരും ഒരു നേരത്തെ ഭക്ഷണം ഒരാൾക്ക് കൊടുക്കാൻ പറ്റുകയാണെന്ന് വെച്ചെങ്കിൽ അത് ചെയ്യണം കേട്ടോ.